ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൂഡ് ഡിസോർഡറിനെ കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിയിൽ വരുന്ന എമോഷണലി വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. നോർമലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ എമോഷൻ അല്ലെങ്കിൽ ആ മൂഡ് അല്ലെങ്കിൽ നമ്മുടെ മാനസിക വികാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. അത് കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ ഈ വികാരങ്ങൾ ഒരുപാട് സമയം എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും. അതായത് സാഡ്നെസ് ആയിട്ടും ആംഗ്രി ആയിട്ടും അല്ലെങ്കിൽ അതിശക്തമായ സന്തോഷങ്ങളായിട്ടുമൊക്കെ ഒരുപാട് സമയം പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ കണ്ടുവരാം എന്നുള്ളതാണ്. എന്തായാലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവണം. ആ ലിമിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡിസോർഡർ ആയിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റുന്ന ഒരു അവസരം അവർ വന്നേക്കാം എന്നുള്ളതാണ്. അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതായത് ബൈപ്പോളാർ ഡിസോർഡർ എന്നും ഡിപ്രസീവ് ഡിസോർഡർ എന്നും അതിൽ തന്നെ മേജർ എന്നും പെർസിസ്റ്റ് എന്നും പിന്നെ പ്രീ മെൻസ്ട്രുറൽ ഡിസോർഡർ എന്നും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്സുകളുണ്ട്. അതിന്റെ കാരണങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മളൊരു എൻവയൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ചസ് വരാം. പിന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസുകൾ കൊണ്ടുവരാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതായത് സെറോട്ടോണിന്, ഡോപ്പമിന്, ഇതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം. പിന്നെ ട്രോമ, അതായത് മനസ്സുമായി ബന്ധപ്പെട്ട ചൈൽഡ്ഹുഡ് ട്രോമകൾ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അതിശക്തമായ വേദനകൾ അത് കൊണ്ടുവരാം. പിന്നെ ടെൻഷൻ, ഓവർ ടെൻഷൻ, ആൻസൈറ്റി, ഇതെല്ലാം ഒരു ക്ലസ്റ്റർ ഓഫ് റീസൺസ് കൊണ്ടും നമുക്ക് ഈ ഒരു മൂഡ് ഡിസോർഡറിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു തുടക്കകാലത്ത് തന്നെ അത് കാണുവാണെങ്കിൽ നമുക്ക് മൂഡ് സ്റ്റെബിലൈസർ കൊടുത്ത്, അതായത് ചില മെഡിക്കേഷൻസ് കൊടുത്തും പിന്നെ സൈക്കോ തെറാപ്പികൾ, അതായത് ടോക്ക് തെറാപ്പി, റിലാക്സേഷൻ തെറാപ്പി, ഇതൊക്കെ കൊടുത്ത് അതിനെ നമുക്ക് ഒരു മാനേജബിൾ സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നേരത്തെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് അതിനെ മാനേജ് ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക് യു വെരി മച്ച്.